ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന വേണ്ടിയിട്ട് പ്രയർ 202-ാം ദിനം ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ ഒരുമിച്ച് മക്കളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം മക്കളിലേക്ക് ഒഴുകിയിറങ്ങുന്നത് പോലെ മാതാപിതാക്കളിലൂടെയും മക്കൾ അനുഗ്രഹം പ്രാപിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ ബെൻഡിറ്റ് പ്രയർ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സമാനമായ മക്കളിലേക്ക് ദൈവകൃപ ഒഴുകിയിറങ്ങട്ടെ. ഈ ദിവസങ്ങളിൽ അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾ, അവരുടെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങൾ, അവരുടെ ജീവിത ക്രമീകരണങ്ങൾ, ഏതെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ അവയെല്ലാം മാറിപ്പോകുവാൻ, ദുശ്ശീലങ്ങൾ, അടിമത്തങ്ങൾ, അപകടങ്ങൾ അതിനെല്ലാം സുരക്ഷ ഇടുവാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ മക്കൾ എഴുതുന്ന പരീക്ഷ കാലഘട്ടം അനുഗ്രഹമായി തീരട്ടെ. ജോലിക്കുള്ള ആഗ്രഹങ്ങൾ, വിസ തടസ്സങ്ങൾ, പുറത്തു പോകാനുള്ള ജോലിക്കുള്ള എല്ലാ പരിശ്രമങ്ങളെയും, പഠിക്കുവാനുള്ള എല്ലാ ആഗ്രഹങ്ങളെയും, പലവിധ പ്രതിസന്ധികൾ മക്കളുടെ ജീവിതത്തിൽ കാർത്തു തിന്നുമ്പോൾ എങ്ങും എത്താതെയുള്ള ജീവിത പ്രതിസന്ധികൾ വരുമ്പോൾ ഈശ്വര സഹോദരത്തിലേക്ക് നമുക്ക് കൊടുക്കാം. ഇന്ന് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 27-ാം വചനം. വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞനാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സംസാരത്തിലുണ്ടാകുന്ന വൈകല്യം, മക്കളുടെ ജീവിതത്തിൽ പെരുമാറ്റ വൈകല്യങ്ങൾ, പ്രത്യേകിച്ച് നാവിലൂടെ സംസാരം, ആത്മനിയന്ത്രണമില്ലാതെ ദേഷ്യ സ്വഭാവം, കോപം, കടിച്ചു കയറുന്ന രീതിയിലുള്ള സംസാരം, ധിക്കാര മനോഭാവം, അനുസരണക്കേട് മാതാപിതാക്കളോടും ഗുരുഭൂതരോടുമുണ്ട്. അങ്ങനെ ആ മക്കളുടെ ജീവിതത്തെ ബാധിക്കുന്ന, പലപ്പോഴും ജീവിതത്തിൽ ഉന്നത വിജയത്തിലേക്ക് വരുമ്പോൾ അഹങ്കാരത്തിലേക്ക് വീണ് പോവുകയും സംസാരത്തിലൊക്കെ നിയന്ത്രണമില്ലാതെ വരുന്ന മക്കളെയും ഈശ്വര കരങ്ങളിലേക്ക് കൊടുക്കാം. അവർക്കൊക്കെ ആത്മനിയന്ത്രണം ലഭിക്കുവാനും സംസാരം സൂക്ഷിച്ചുള്ള സംസാരത്തിനും അവർക്കിടയാകട്ടെ. അങ്ങനെ അനുഗ്രഹത്തിൻ്റെ മക്കളായി തീരട്ടെ. ആമീൻ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ മാന്യമായി സ്ഫുടമായി സംസാരിക്കുവാനുള്ള ചാതുര്യം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ആത്മനിയന്ത്രണം സംസാരിക്കുകയും ഓരോരുത്തരെയും മനസ്സിലാക്കി വേണ്ട വിധം ഉചിതമായി സംസാരിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് കൃപയുള്ളണമേ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ ജീവിതത്തെ പ്രശോഭിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.